നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരാഴ്ചയാണ് കടന്നുപോയത്. നിഫ്റ്റി 24,000 എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് വിപണിയിൽ ഒരു ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പലരുടെയും മനസ്സിലുള്ള ഒരു വലിയ സംശയം, അതുപോലെ തന്നെ നമ്മളും കഴിഞ്ഞ രണ്ടാഴ്ചയും ഡിസ്കസ് ചെയ്ത് ഇതേപോലെ തന്നെയാണ് 24,000 മുകളിൽ നിഫ്റ്റിക്ക് അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ നിഫ്റ്റി 24,000 നിൽക്കുന്നത് ഒരു കെണിയാണോ അല്ലെങ്കിൽ ഒരു ട്രാപ്പാണോ എന്നുള്ളതാണ്. കാരണം വിപണി വളരെ വേഗത്തിൽ ഈ ഒരു റേഞ്ചിലേക്ക് എത്തിയപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു മുന്നേറ്റമാണോ, അതിനുശേഷം കണ്ട ആ തിരുത്തലുകളിൽ നിന്നുണ്ടായ കൺഫ്യൂഷനിൽ നിന്ന് ഇനിയും ഒരു പെട്ടെന്നൊരു താഴേക്ക് പോക്ക് സാധ്യതകൾ ഉണ്ടോ എന്നൊക്കെ റീറ്റെയിൽ നിക്ഷേപകർ ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ ലഭ്യമായിട്ടുള്ള ഡേറ്റകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ട്രാപ്പ് അല്ല, മറിച്ച് വിപണിയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള കുതിപ്പിന്റെ ഒരു ടേൺ അറൗണ്ട് ആണ് എന്ന് നമുക്ക് ഏതാണ്ട് വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളിങ്ങനെ ഊഹാപോഹങ്ങളെ ഒന്നും ആശ്രയിക്കുകയല്ല, പകരം കൃത്യമായിട്ടുള്ള ഡേറ്റയുടെയും ടെക്നിക്കൽ ലെവലുകളുടെയും അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ച, അതായത് ജൂലൈ 6 മുതൽ 10 വരെ നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നതിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഏതൊക്കെ ഇൻഡെക്സുകൾ നമ്മൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ഓഹരികൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇവന്റുകൾ, റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നതിന്റെ ആവശ്യകതകൾ ഒന്നുകൂടി ഉറപ്പിക്കുക. ഈ ഒരു നിർണായക സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ വീഡിയോ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് അവസാനം വരെ കാണുക. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തരം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മാർക്കറ്റിന്റെ ആ ഒരു വലിയ ബിഗ് പിക്ചർ എന്താണ് എന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി 24,270 എന്ന ഒരു റേഞ്ചിൽ ക്ലോസ് ചെയ്തു. വിപണിയിലെ ബുള്ളുകളുടെ ആ ഒരു ശക്തി വളരെ വ്യക്തമായിരുന്നു. ചെറിയ കാര്യമല്ല, സൈക്കോളജിക്കൽ ലെവൽ 24,000 ഇതിന് മുകളിൽ വിപണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് നിക്ഷേപകരുടെ ആ ഒരു ആത്മവിശ്വാസം കൂടുതൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു മുന്നേറ്റത്തിന് പിന്നിൽ പല പല ഘടകങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ആഗോള വിപണിയിൽ വളരെ അസ്ഥിരമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. FIIകൾ പല സമയങ്ങളിലും വിൽപ്പന നടത്തുമ്പോൾ IIകൾ നല്ല രീതിയിൽ വാങ്ങിക്കൂട്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. റീറ്റെയിൽ നിക്ഷേപകരും ചേർന്ന് വിപണിയെ താങ്ങി നിർത്തുന്നു, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടെക്നിക്കലായിട്ട് നോക്കിയാൽ മാർക്കറ്റ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള അപ്ട്രെൻഡിലാണ്. അതായത് വിപണി ഉയർന്ന നിലവാരങ്ങൾ, ഹയർ ഹൈസ് സൃഷ്ടിക്കുന്നുണ്ട്. 22,000 മുതൽ ഇങ്ങോട്ടേക്ക് നമ്മൾ കണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് തുടരുന്നിടത്തോളം ഓരോ ചെറിയ തിരുത്തലും വിപണിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങളായിട്ട് കാണുന്നത് ഉചിതമാണ് എന്നാണ് പ്രതീക്ഷ. അപ്പോൾ പ്രധാന ഇൻഡെക്സുകളുടെ ടെക്നിക്കൽ ലെവലുകളിലൂടെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിഫ്റ്റി 50, നിഫ്റ്റിയെ സംബന്ധിച്ച് 24,150 എന്ന ലെവൽ ഇപ്പോൾ ഒരു പ്രധാന സപ്പോർട്ടായിട്ടുണ്ട്. അതിന് മുകളിൽ തുടരുന്നിടത്തോളം ബുള്ളിഷ് ട്രെൻഡ് ശക്തമായിരിക്കും. താഴേക്ക് ഒരു തിരുത്തൽ ഉണ്ടായാൽ 24,000, 23,900 എന്ന ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോൺ വരും എന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ ബ്രേക്ക് ആയാൽ മാത്രമേ ആശങ്കകൾക്ക് വകയുള്ളൂ. മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യത്തെ ലക്ഷ്യം 24,400, അതിനുശേഷം 24,500. ഈ ഒരു ലെവലുകൾ മറികടന്ന് പുതിയ ഉയരങ്ങളിലേക്ക് എത്താൻ നിഫ്റ്റി സമയമെടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ ഇനി ബാങ്ക് നിഫ്റ്റി കൂടി നോക്കി പോകാം. വിപണിയുടെ മുന്നേറ്റത്തിൽ ബാങ്കിങ് ഓഹരികൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. 57,938 എന്ന ലെവലാണ് ലാസ്റ്റ് നമ്മൾ ട്രേഡ് ചെയ്തത്. അവരുടെ ബുള്ളിഷ് പൊസിഷനുകൾ അടുത്ത മാസത്തേക്ക് റോൾ ഓവർ ചെയ്യുന്നത് ബാങ്കിങ് സെക്ടറിലെ പോസിറ്റീവ് കാഴ്ചപ്പാട് നൽകുന്നുണ്ട്. 57,800 എന്ന ലെവലിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി തുടർന്ന് വളരെ പോസിറ്റീവാണ്. അടുത്ത ലക്ഷ്യങ്ങൾ 58,350, അതിന് മുകളിൽ 58,600 ഒക്കെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെൻസെക്സിലും സമാനമായിട്ടുള്ള ശക്തി പ്രകടനമാണ് ഉള്ളത്. 77,763 ക്ലോസ് ചെയ്തു. അപ്പോൾ 77,500 മുകളിൽ ട്രേഡ് ചെയ്യുന്നത് ആ ഒരു ബുള്ളുകളുടെ നിയന്ത്രണത്തിലാണ് മാർക്കറ്റ് ഉള്ളത് എന്നതിന്റെ ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. ഈ ഒരു നിലവാരത്തിന് മുകളിൽ പിടിച്ചു നിൽക്കാനായാൽ 78,000 എന്ന ലെവലിലേക്ക് തുടർന്നും പുതിയ ഉയരങ്ങളിലേക്കും സെൻസെക്സിന് നീങ്ങാൻ സാധിച്ചു. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച നമ്മുടെ റഡാറിൽ ഉണ്ടാകേണ്ട പ്രധാന ഓഹരികളെ പരിചയപ്പെടാം. അതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചയിലെ സ്റ്റോക്കിന്റെ അപ്ഡേറ്റ്സ് നോക്കാം. ജൂലൈ 4 ആ ഒരു വിപണി വിലകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ അനാലിസിസിൽ ട്രെൻഡുകൾ പൊതുവെ ശരിയായിരുന്നെങ്കിലും നൽകിയിരുന്ന പല പ്രൈസ് ലെവലുകളും ഇപ്പോൾ പഴയതായിട്ട് മാറിയിട്ടുണ്ട്. റിലയൻസ് മുമ്പ് 1312, 1339 റേഞ്ചിനെ അടിസ്ഥാനമാക്കി വിലയിരുത്തിയെങ്കിലും ഇപ്പോൾ ഏകദേശം 1300, 1305 ആ ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. HDFC ബാങ്ക് മുമ്പ് ബെയറിഷ് ന്യൂട്രൽ ട്രെൻഡിലായിരുന്നു. ഇപ്പൊ ഏകദേശം 801 ട്രേഡ് ചെയ്യുന്നതിനാൽ ഒരു നല്ല ട്രെൻഡ് മെച്ചപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. SBI ശക്തമായിട്ടുള്ള ബുള്ളിഷ് ട്രെൻഡ് തുടരുന്നുണ്ട്. പഴയ ആ ഒരു വിലയിരുത്തലുകൾ കൂടുതലും ശരിയാണ്. അതേസമയം TCS മുമ്പത്തെ വിലയേക്കാൾ താഴേക്ക് നീങ്ങി ഏകദേശം 2,093 സമീപമാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ ബിയറിഷ് കാഴ്ചപ്പാട് ഇപ്പോഴും നിലനിർത്തുന്നുണ്ടെങ്കിലും സപ്പോർട്ട്, റെസിസ്റ്റൻസ്, സ്റ്റോപ്പ് ലോസ് ഈ ഒരു നിലവിലെ വിലയ്ക്ക് അനുസരിച്ച് പുതുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ റഡാറിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ചില ഓഹരികളെ നമുക്ക് നോക്കി വെക്കാം. ഒന്നാമതായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. നിഫ്റ്റിയുടെ ഹെവി വെയിറ്റ് ഓഹരിയായിട്ടുള്ള റിലയൻസ് പോസിറ്റീവ് ട്രെൻഡിൽ തന്നെയാണ്. നിഫ്റ്റിക്ക് 24,000 മുകളിൽ തുടരണമെങ്കിൽ റിലയൻസിന്റെ ആ ഒരു പിന്തുണ അത്യന്താപേക്ഷിതമാണ്. അതിന്റെ പുതിയ ആ ഒരു ഹൈകൾ നമുക്ക് പ്രധാനമായിട്ടും കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ HDFC ബാങ്ക് നമ്മൾ പറഞ്ഞ ആ ഒരു 800 ലെവൽ ഭേദിച്ച് മുകളിലേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ മുന്നേറ്റത്തിന് തുടക്കം ഉണ്ടായേക്കാം എന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം.
SBIയും ഓരോ ചെറിയ ഇടവേളയിലും ഓഹരിയിൽ വാങ്ങൽ താല്പര്യം കാണാൻ കഴിയുന്നുണ്ട്. 1040 നിലവാരത്തിൽ ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് തുടരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ TCS സെക്ടറിൽ കുറച്ച് നാളായിട്ട് വളരെ ദുർബലമായിട്ടുള്ള അവസ്ഥയുണ്ട്. എന്നാൽ ആഗോളതലത്തിലെ പുതിയ ഡീലുകളും മെച്ചപ്പെടുന്ന സാഹചര്യങ്ങളും IT കമ്പനികൾക്കുള്ള പ്രതീക്ഷകൾ വലുതാവുന്നുണ്ട്. TCS പോലെയുള്ള വലിയ കമ്പനികൾക്ക് ഈ ഒരു തിരുത്തലിന് ശേഷം റിക്കവറി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി വരുന്ന ആഴ്ചയിലെ കോർപ്പറേറ്റ് ആക്ഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രേഡിങ്ങിനൊപ്പം നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഡിവിഡൻഡ് ആണ്. എക്സ് ഡേറ്റിന് മുമ്പ് നിങ്ങൾ ആ ഓഹരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ചയിലെ പ്രധാന എക്സ് ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ JSW സ്റ്റീൽ ജൂലൈ 6, എംഫസിസ് യുണൈറ്റഡ് സ്പിരിറ്റ്സ് ജൂലൈ 7, ആക്സിസ് ബാങ്ക്, ക്യാംസ്, ഹിൻഡാൽകോ, JK സിമന്റ്സ്, നെസ്ലെ ഇന്ത്യ ഇവയൊക്കെ ജൂലൈ 9. അതുപോലെ തന്നെ ബജാജ് ഫിനാൻസ്, ടാറ്റ സ്റ്റീൽ ജൂലൈ 10. മറ്റ് IPO അപ്ഡേറ്റുകൾ എന്തൊക്കെയുണ്ട് എന്ന് ഇനി നോക്കി വരാം. അടുത്ത ആഴ്ചയിൽ പ്രധാനപ്പെട്ട മെയിൻ ബോർഡ് IPO കൂടി വിപണിയിൽ വരുന്നുണ്ട്. കുസുങ്കർ ലിമിറ്റഡ് IPO തീയതി ജൂലൈ 8, ജൂലൈ 10 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. 398 മുതൽ 419 വരെയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട് എന്ന് കൂടി പ്രതീക്ഷിക്കാം. ഇനി മറ്റ് ട്രേഡിംഗ് പ്ലാനുകളും റിസ്ക് മാനേജ്മെന്റും ഒന്ന് നോക്കി പോകാം. എത്ര കൃത്യമായിട്ട് അനലൈസ് ചെയ്താലും വിപണിയിൽ റിസ്ക് എന്ന ഘടകം എപ്പോഴും നിലനിൽക്കും. അപ്പൊ നിങ്ങളുടെ ആ ഒരു ക്യാപിറ്റൽ സംരക്ഷിക്കുക എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനായിട്ട് ചില കാര്യങ്ങൾ, അതായത് സ്റ്റോപ്പ് ലോസ്, പൊസിഷൻ സൈസിങ്, ഇവയൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. ഒറ്റ ട്രേഡിൽ എല്ലാ ക്യാപിറ്റലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഇന്ത്യൻ വിപണി ഒരു നിർണായക ടേൺ അറൗണ്ട് പോയിന്റിലാണ്. നിഫ്റ്റി 24,000 മുകളിൽ തുടരുന്നത് ഒരു പോസിറ്റീവ് സൂചന തന്നെയാണ്. അടുത്താഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവന്റുകളായിട്ടുള്ള കോർപ്പറേറ്റ് ആക്ഷനുകളും IPOയും ശ്രദ്ധിക്കുക. നിങ്ങൾ ചർച്ച ചെയ്ത ടെക്നിക്കൽ ലെവലുകൾ നിങ്ങളുടെ ട്രേഡിംഗ് തീരുമാനങ്ങളെ എളുപ്പമാക്കാൻ സഹായിക്കും. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ആഴ്ച പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഓഹരികൾ ഏതാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കും മാർക്കറ്റ് അനാലിസിസിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റ്മെന്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.